അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റും. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് കണ്ടീഷനാണ് x² - 5x + 6 = 0. അതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ -b +or - പക്ഷേ അതിന് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫാക്ടറൈസേഷൻ ഐഡി ഉപയോഗിക്കാം. ഫാക്ടറൈസേഷൻ ഐഡി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്, 2, 3 എന്ന് പറയുന്ന രണ്ട് കേസുകളാണ് ഇതിൻ്റെ എന്തായിട്ട് വരാം ആൻസർ ആയിട്ട് കയറി വരുന്നത്. ബി എന്ന് പറയുന്നത് 2, 4 ആണ്, സി എന്ന് പറയുന്നത് 4, 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. എ എന്ന് പറയുന്നത് 2, 3 ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലും സിയിലും കോമൺ ആയി വരുന്ന എലമെന്റ് ഏത് എലമെന്റ് മാത്രമേ ഉള്ളൂ, 4 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ അവിടെ എന്തായിട്ടുള്ളൂ, കോമൺ ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണ്, ഓർഡേർഡ് പെയർ 2, 4 വരും, ഓർഡേർഡ് പെയർ എന്ത് വരും, 3, 4 വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് കയറി വരുന്നത്. നോർമലി ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെ മാത്രം എന്ത് ചെയ്യണം, നിങ്ങൾ ലിസ്റ്റ് ഫോമിലേക്ക് മാറ്റും. ലിസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾക്ക് എളുപ്പം എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഒന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +6 കിട്ടുക എന്ന് പറഞ്ഞ സാധനം 3 × 2 ആണ് വരിക. പിന്നെ അഡീഷൻ എന്ന് പറയുന്ന ലോജിക്കിലേക്ക് പോകുമ്പോഴാണ് മറ്റു കാര്യം കയറി വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം, 2, 4, 3, 4 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് കയറി വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ തന്നെ ഉള്ള നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, let R be a relation. Let R be a relation. Let R be a relation on n defined by x + 2y = 8. The domain of R is ഓപ്ഷൻസുകളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ set 2, 4, 8. സെക്കൻഡ് ഓപ്ഷൻ 2, 4, 6, 8. തേർഡ് ഓപ്ഷൻ set 2, 4, 6. ലാസ്റ്റ് ഓപ്ഷൻ set 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങൾ. R എന്ന് പറയുന്ന ഒരു റിലേഷൻ നാച്ചുറൽ നമ്പർ സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. x + 2y = 8 ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആറിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആറിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആറിന്റെ ഡൊമൈൻ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ x + 2y = 8 എന്ന് പറയുന്നതിൽ y എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. x + 2y = 8 എന്ന് പറയുന്നതിൽ നിന്ന് y, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 2y = എന്താ എഴുതാം, 8 - x എന്ന് പറഞ്ഞാൽ എഴുതാം. y = 8 - x/2 എന്ന് പറഞ്ഞാൽ എഴുതാം. ഇത് y കണ്ടുപിടിച്ചാൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിന് ആൻസർ കിട്ടണം. ഈ ആൻസർ എന്ന് പറയുന്ന കാര്യം നമ്മൾ എക്സിന് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, y കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിതിൽ സ്യൂട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. കാരണം കിട്ടുന്ന ആൻസർ എവിടെ ആയിരിക്കണം, നാച്ചുറൽ നമ്പർ ആയിരിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യത്തെ കേസ് എടുക്കുകയാണ്. 2 അപ്ലൈ ചെയ്തു, 6/2 3 വരും, ആൻസർ കറക്റ്റ് ആണ്. 4 അപ്ലൈ ചെയ്തു, 4/2 2 വരും, അത് ഓക്കെയാണ്. പക്ഷേ 8 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് 0 ആണ് വരിക. 0 ഒരിക്കലും നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് എക്സിന് ഒരിക്കലും 0 കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഡൊമൈൻ കാണാനാണ് ചോദ്യം, പക്ഷെ നമുക്ക് ഒരിക്കലും 0 ആൻസറിൽ വരാൻ വേണ്ടി പാടില്ല, അങ്ങനെ നാച്ചുറൽ നമ്പർ ആണ്. അതുകൊണ്ട് ഇത് പറ്റില്ല. നെക്സ്റ്റ് എടുക്കുക, 8 ഉണ്ട്, അതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 - 1 7, 7/2 നാച്ചുറൽ നമ്പർ ആണോ? അല്ല, ഇതുമല്ല. അപ്പോൾ കാര്യം എളുപ്പമായി എന്താണ്, സി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 2 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അതായത് 6/2 വരും, അതായത് 3 വരും. 4 കൊടുക്കുമ്പോൾ 4/2 എന്ത് വരും, 2 വരും. 6 കൊടുക്കുന്ന സമയത്ത് 2/2 എത്ര വരും, 1 വരും. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് വരുന്നത് ഈ ഒരു കേസിലാണ്. കാരണം ഇനി ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുറേയൊക്കെ നമ്മൾ സമയം കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒന്നേ നിൽക്കുന്നുള്ളൂ എങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവശ്യമില്ലല്ലോ. നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്തിട്ട് പോരാ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
if n of a equal to 5, if n of a equal to 5 and n of b equal to 7, then the number of relations, then the number of relations on a cross b, the relations on a cross b is, ഒന്നാമത്തെ ഓപ്ഷൻ 2⁵35, രണ്ടാമത്തത് 2�49, മൂന്നാമത്തത് 2⁵25, ലാസ്റ്റ് വൺ 2�70. സിമ്പിൾ ക്വസ്റ്റൻ ആണ് അത്, കാരണം നമ്മൾ പഠിച്ച +1 പഠിച്ച തിയറി ഭാഗവുമായി കണക്റ്റഡ് ആണ്. n of a 5 ആണ്, n of b 7 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഓൺ അക്രോസ് ബി, അക്രോസ് ബിയിൽ എത്ര റിലേഷൻസ് കണ്ടെത്താമെന്നാണ്. അപ്പോൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് n of a ക്രോസ് b എന്ന് പറഞ്ഞാൽ n of a into n of b പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതായത് 5 into 7 എത്ര വരും? 35 എന്ന് പറയുന്ന ആശയം എന്തായിട്ട് വരും? അതിന്റെ ആൻസർ ആയിട്ട് വരും. ഇതില് നമ്പർ ഓഫ് റിലേഷൻസ് ഈക്വൽ ടു 35 എലമെന്റ് അക്രോസ് ബിയിലുണ്ട്. റിലേഷൻസിന്റെ എണ്ണം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സെറ്റുകളുടെ എണ്ണം നോക്കിയാൽ മതി. സബ്സെറ്റുകളുടെ എണ്ണം നോക്കുക എങ്ങനെയാണ്? n എലമെന്റ് ആണ് വരുന്നതെങ്കിൽ 2⁻n ആണ് സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 35 എലമെന്റ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞ ആശയത്തിൽ നമുക്ക് എന്ത് എഴുതാം? 2⁻35 എന്ന് പറയുന്ന ആശയം എഴുതാം. ഇതാണ് നമ്മുടെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് n of a p ആണ്, n of b q ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻസിന്റെ എണ്ണം 2⁻pq ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്താലും എന്താ കിട്ടുക? നമുക്ക് 2⁻35 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? 2⁻35 ആണ് നമ്മുടെ എന്ത് വരിക? ആൻസർ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. The image of the interval. The image of the interval. The image of the interval. Closed interval -1, 3. Under the mapping. Under the mapping. Under the mapping. F from R to R. F from R to R given by. F from R to R given by f of x equal to, given by f of x equal to 4x cube minus 12x is. ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോസ് ഇന്റർവെൽ 872. സെക്കൻഡ് ഓപ്ഷൻ ക്ലോസ് ഇന്റർവെൽ 072. തേർഡ് ഓപ്ഷൻ ക്ലോസ് ഇന്റർവെൽ -872. ലാസ്റ്റ് ഓപ്ഷൻ ക്ലോസ് ഇന്റർവെൽ 0,8. ക്ലോസ് ഇന്റർവെൽ 0,8. ഓക്കെ, നമുക്കിവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഡൊമൈൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഇമേജ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കണം. ഇമേജ് എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്നാണ് ഉദ്ദേശം കേട്ടോ. ഇമേജ് ഓഫ് ദ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് കണ്ടുപിടിക്കാൻ അർത്ഥം. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പല രീതിയിൽ മാറ്റിമറിച്ചവർ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏത് ഇന്റർവെല്ലാണ് കിടക്കാൻ നോക്കിയാൽ മതി. അതിനെന്ത് ചെയ്യാം? ഇവിടെ ഏറ്റവും മിനിമം -1 കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? f of -1 കാൽക്കുലേറ്റ് ചെയ്യാം. f of -1 എന്ന് പറഞ്ഞാൽ എന്താ? 4 into -1 cube minus 12 into -1 is equal to, ഇത് -1 ആണ്, into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. ഇത് 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ അത് +12 ആണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 8 വരും. -4 + 12 ആൻസർ എത്ര വരിക? 8 വരും. f ഓഫ് അടുത്തത് മാക്സിമം വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ 3 അപ്ലൈ ചെയ്യാണ്. 3 അപ്ലൈ ചെയ്യുമ്പോൾ 4 into 3 cube minus 12 into 3 is equal to, ഇത് 27 ആണ്. 27 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108 minus 36 എന്ന് പറയുന്നത് 36 + 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38 ആയി. ഇനി അപ്പോൾ 72 ആണ് എന്ത് വരിക? ഡിഫറൻസ് വരിക. അപ്പോൾ നമ്മുടെ നോക്കുക 8, 72 മിനിമം 8 ആണ്, മാക്സിമം 72 ആണ്. അപ്പോൾ എന്ത് വരും? ക്ലോസർ ഇന്റർവെൽ 8, 72 ആണ് നമ്മുടെ ആൻസർ വരിക. അതേതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, അത് കുറച്ച് മാനുവലി ചെയ്യാനുണ്ടെന്നുള്ളൂ, പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം പറയുന്നത് ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സെഡ് കോമ ബി ഈക്വൽ ടു എ ബി സി ഡി. Which one of the following is not a relation from A to B? Options are ഒന്നാമത്തെ ഓപ്ഷൻ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ XA, XC. Second option ordered pair YC, YD. Third option ordered pair ZA, ZD. Last option set ordered pair ZB, YB, ordered pair AD. ചോദ്യം കുറച്ചുണ്ടെങ്കിലും നമുക്ക് ആൻസർ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. എ എന്ന് പറയുന്ന സെറ്റ് എക്സ് വൈ സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് എ ബി സി ഡി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിലേഷൻ ഫ്രം എ ടു ബി? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ അല്ലാത്തത് താഴെയുള്ളത് ഏതാണ്? അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് എ എക്സ് സി റിലേഷൻ ആണ്. കാരണം ഇതിന്റെ സബ്സെറ്റുകൾ ഓർഡേർഡ് പെയർ എക്സ് എക്സ് സി എന്ന് പറയുന്നത് എന്താ, എക്സിൽ നിന്ന് എയിലേക്ക് എക്സിൽ നിന്ന് സിയിലേക്ക് മാത്രമായിട്ട് റിലേഷൻസ് പറയാം. വൈയിൽ നിന്ന് സിയിലേക്കും വൈയിൽ നിന്ന് ഡിയിലേക്കും മാത്രമായിട്ട് പറയാം. അതൊക്കെയാണ്. സെഡിൽ നിന്ന് എയിലേക്കും സെഡിൽ നിന്ന് ഡിയിലേക്കും മാത്രമായിട്ട് പറയാം. പക്ഷെ ഇവിടെ നോക്കും നിങ്ങൾ, ഓർഡേർഡ് പെയർ എ ഡി, എ ഡിയിലേക്ക് ബന്ധം, എയും ഡിയും ശരിക്കും എന്താണ്, ഒരേ സെറ്റ് കിടക്കുന്നതാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് വരില്ല, ഈ പറയുന്ന കാര്യത്തിൽ ഈ ഓർഡേർഡ് പെയർ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും എന്താവില്ല, റിലേഷൻ ആവില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് അവിടെ കയറി വരുന്നത്. ഓക്കെ, റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ശരിക്കും നമ്മൾ സെക്കൻഡ് ഇയറിലെ കോമ്പോസിഷൻ എന്ന് പറയുന്ന കാര്യം ഇടയ്ക്ക് കയറി കാണാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിൽ കയറി വരാറുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് തൊട്ടടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം പറയുന്നത് ജസ്റ്റ് കോമ്പോസിഷൻ ഐഡിയ മാത്രമേ കേട്ടോ, അല്ല കാര്യമായിട്ടൊന്നുമില്ല. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 കോമ g of x equal to 2x, then f of g of x equal to, ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് നമുക്ക്. a എന്ന് പറയുന്നത് 2 into x plus 1, b എന്ന് പറയുന്നത് 2x into x plus 1, c എന്ന് പറയുന്നത് x, ലാസ്റ്റ് ഓപ്ഷൻ d എന്ന് പറയുന്നത് 2x plus 1. ജസ്റ്റ് നമ്മുടെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനുള്ളതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കാണാനുള്ളത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പകരം എന്ത് എഴുതാം, 2x എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പകരം എന്ത് എഴുതാം, 2x എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ്, ഇവിടെ എക്സ് ആയിരുന്നുവെങ്കിൽ ആൻസർ എന്താ, എക്സ് പ്ലസ് 1. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, 2x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ 2x വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം, 2x വരണം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് പകരം 2x എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 2x plus 1. ഈ ഒരു ഓപ്ഷൻ അതിൽ കാണാം. ലാസ്റ്റ് ഓപ്ഷൻ, ആ ഓപ്ഷനാണ് എന്തായിട്ട് വരിക, നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് അതിൽ കയറി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്.
f of x equal to ax plus b and g of x equal to cx plus d, then f of g of x minus g of f of x, g of f of x equal to ഒന്നാമത്തെ ഓപ്ഷൻ f of a minus g of c, second option f of c plus g of a, third option f of d plus g of b, f of d minus g of b. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് നമ്മൾക്ക് ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് കയറി വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് തുല്യമാണ് സി എക്സ് പ്ലസ് ഡിക്ക് തുല്യമാണ്. സി എക്സ് പ്ലസ് ഡി മൈനസ് f of cx plus d minus g of f of x എന്ന് പറഞ്ഞാൽ എന്താണ് ax plus b ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ax plus b, ax plus b, okay, which is equal to f of cx plus d എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ f of cx plus d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇവിടെ x ആണ് വരുന്നതെങ്കിൽ ഇവിടെ x കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പക്ഷെ എന്താണ് cx plus d ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം a into x ന്റെ പ്ലേസിൽ cx plus d plus b മൈനസ് g of x plus d എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത് g of x ആണെങ്കിൽ cx plus d ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം x ന് പകരം എന്ത് എഡിറ്റ് ചെയ്യണം ax plus b എഡിറ്റ് ചെയ്യണം. c into ax plus b plus d. ഇതിൽ കൂടുതൽ ടേമുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ acx plus ad പ്ലസ് ab, സോറി നമുക്കിവിടെ ബ്രാക്കറ്റ് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ എ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വരില്ല. അപ്പോൾ ഇവിടെ പ്ലസ് ബി മൈനസ് സി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും എ സി എക്സ് പ്ലസ് ബി സി പ്ലസ് ഡി. ഓക്കെ, എ സി എക്സും കട്ടായി പോയി, കാരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ്, അതുകൊണ്ട് രണ്ടും കെട്ടികളായി. പിന്നെ ബാക്കി നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ എ ഡി പ്ലസ് ബി മൈനസ് ബി സി പ്ലസ് ഡി, ഇതാണ് വരുന്നത്. എ ഡി പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ് എഫ് ഓഫ് ഡി ആണ്, മൈനസ് ബി സി പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഓഫ് ബി ആണ്. അപ്പോൾ എഫ് ഓഫ് ഡി മൈനസ് ജി ഓഫ് ബി ഇങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനില്ല. എഫ് ഓഫ് ഡി മൈനസ് ജി ഓഫ് ബി, ഈ ആൻസർ ആണ് എന്ത് വരിക നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ കയറി വരുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ട് ചെയ്തു വരാൻ, പക്ഷെ പെട്ടെന്ന് നമ്മൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. കൃത്യമായ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ കയറി വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ, ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ sin inverse x plus cos inverse x, comma modulus x less than or equal to 1 is ഓപ്ഷൻസുകളിൽ ക്ലോസ്ഡ് ഇന്റർവൽ -1 1, സെക്കൻഡ് ഓപ്ഷൻ സെറ്റ് -1,
third option set 0, last option set 1. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഏതിലാണ്? മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈ പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടുന്ന ആൻസർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആശയപ്രകാരം മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? π/2 തുല്യമാണ്. അത് സെക്കൻഡ് ഇയറിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഈ ഫംഗ്ഷൻ നമുക്ക് സൈൻ π/2. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആകുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഇതിനെ π/2 പറഞ്ഞാൽ എഴുതിയത്. സൈൻ π/2ന്റെ വാല്യൂ എന്താണ് വരിക? 1 ആണ് വരിക. അപ്പോൾ ഈ ഫംഗ്ഷൻ ആകെ ഒരു വാല്യൂ ഉള്ളത് ഏതാണ്? 1 ആണ്. അങ്ങനെ ഒരു ആൻസർ ഏതാണ് വന്നിരിക്കുന്നത്? സെറ്റ് 1. അപ്പോൾ ഡി എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്ന കാര്യം ചോദ്യം ഇതാണ്. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 5 7 9 then ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ. A cross B equal to B cross A. Second option, N of A cross B equal to N of B cross A. N of B cross A. Third option, both A and B. Both options are A and B. Both A and B. Last, none of the above. None of the above. അപ്പോൾ ഇവിടെ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് താഴെ 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഒറ്റ നോട്ടം തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് പറയാം. കാരണം എന്താ? എ ക്രോസ് ബി ചെയ്താലും ബി ക്രോസ് ചെയ്താലും ഒരിക്കലും എന്താവില്ല, ഒരു ആൻസർ അല്ല വരിക. കാരണം 1 5 1 7 1 9 എന്ന് പറഞ്ഞ ഓൾറെഡി പെയറാണ് എ ക്രോസ് ബിയിൽ വരിക. എന്നാൽ ബി ക്രോസ് എയിലോ 5 1 വരിക. 1 5 5 1 ഒരിക്കലും എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല, ഇത് ഒരിക്കലും ഹോൾഡ് ചെയ്യില്ല. ഇനി എ ക്രോസ് ബിയിലെ എലമെന്റിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 4 എലമെന്റ്, ഇവിടെ 3 എലമെന്റ് അല്ലേ? അപ്പോൾ എ ക്രോസ് ബിയിലെ എലമെന്റിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 × 3 12 വരും. ഇത് തിരിച്ച് ചെയ്താലും ഇവിടെ 3 എലമെന്റ്, ഇവിടെ 4 എലമെന്റ്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 12 എലമെന്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അവിടെ ഇതുകൂടി ഹോൾഡ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടിക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ഇത് മാത്രമാണ് വരുള്ളൂ. അതുകൊണ്ട് ബി ഓപ്ഷനാണ് നമ്മൾ എന്തായിട്ട് വരിക? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കയറി വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ഒരു ചോദ്യമാണ്. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ചെറിയൊരു ഐഡിയ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാമോ? ചോദ്യം ഇതാണ്. If two sets A and B, if two sets A and B are having 99 elements, in common, 99 elements in common, then the number of elements common to each of the sets A cross B and B cross A
R. A cross B and B cross A R. Options 2 raised to 99. Second option 99 square. Third option 100. Last option 18. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? If two sets A and B are having 99 elements in common. എത്ര എലമെന്റ് കോമൺ ആയിട്ടുണ്ട്? 99 എലമെന്റ്സ് എന്താണ് അവിടെ കോമൺ ആണ് എയിലും ബിയിലും ആയിട്ട്. അങ്ങനെയാണെങ്കിൽ then the number of elements common to each of the sets A cross B and B cross A. അങ്ങനെയാണെങ്കിൽ A cross B യിലും B cross A യിലും കോമൺ ആയ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? അതാണ് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ഇവിടെ 99 എലമെന്റ് എയിലും ബിയിലും കോമൺ ആയി ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലുമായിട്ട് 99 ഇൻറ്റു 99, അതായത് 99 സ്ക്വയർ എലമെന്റ്സുകൾ എന്തായിട്ടുണ്ടാവും? കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. അതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഏതാണ്? 99 സ്ക്വയർ ആണ്. ഇത് ജനറൽ ഐഡിയയിൽ നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയി n എലമെന്റ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും കോമൺ ആയിട്ട് നമുക്ക് കോമൺ എലമെന്റുകൾ എന്നാണ് വരുന്നതെങ്കിൽ n സ്ക്വയർ എലമെന്റ്സ് ആണ് ഇവിടെ വരിക. എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും കയറി വരിക. നമ്മുടെ 99 എലമെന്റ് ആയതുകൊണ്ട് എന്ത് വന്നു? 99 സ്ക്വയർ വന്നു. അങ്ങനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ചോദ്യം ഇതാണ്: R is a relation. R is a relation on n given by R is a relation on n given by R is equal to set ordered by xy such that 4x plus 3y equal to 20. 4x plus 3y equal to 20. Which of the following belongs to R? ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്പൺ ഇന്റർവൽ -4 12, open interval 5 0, open interval 3 4, last option open interval 2 4. നമ്മുടെ അടുത്തുള്ള ചോദ്യം എന്ന് പറയുന്നത് R എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണ്. റിലേഷൻ നാച്ചുറൽ നമ്പർ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ആ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 4x plus 3y equal to 20 എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ കിടക്കുന്നതിൽ ഏത് ഇന്റർവെല്ലാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും? ആറിൽ ഉണ്ടായിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ റിലേഷൻ ആണ് കേട്ടോ, റിയൽ നമ്പർ അല്ല, റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. 4x plus 3y equal to 20. നിങ്ങൾ ഇത് എടുത്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടീഷൻ ഹോൾഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വരുള്ളൂ. ഇത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ -4 അപ്ലൈ ചെയ്യുമ്പോൾ -16 ആയി. -16 പ്ലസ് 3 × 12 എന്ന് പറഞ്ഞാൽ 36 ആണ്. -12 plus 36 എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താവില്ല? 20 ആവില്ല. അപ്പോൾ ഇതെന്തായാലും നടക്കില്ല. 5 0 കൊടുക്കുമ്പോൾ 4 × 5 20 വരും. ഇത് 0 ആയതുകൊണ്ട് 20 equal to 20 വരും. അപ്പോൾ ഇതെന്താണ്? ഇത് ഹോൾഡ് ചെയ്യുന്നു. 3 4 3 കൊടുക്കുമ്പോൾ 12 ആണ്, 4 കൊടുക്കുമ്പോൾ 12 ആണ്, അപ്പോൾ 24 ആണ്. അപ്പോൾ ഒരിക്കലും എന്തല്ല അത് ഹോൾഡ് ചെയ്യുന്നില്ല. അതേമാതിരി നെക്സ്റ്റ് കേസും എന്ത് ചെയ്യില്ല? ഹോൾഡ് ചെയ്യില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഏതാ കിട്ടുന്നത്? ബി ഓപ്ഷനാണ് നമ്മുടെ എന്തായിട്ട് വരിക? അതിലെ കറക്റ്റ് ഓപ്ഷനായിട്ട് കയറി വരുന്നത്. ഓക്കെ, നമുക്കിനി അതിൻ്റെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെയാണ് നമ്മൾ കൂടുതലും, ഇവിടെ അങ്ങോട്ടുള്ള സെക്ഷനിലാണ് കൂടുതൽ നമ്മൾ ഡൊമൈനും റേഞ്ചുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പറയുക. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ അങ്ങനത്തെ മോഡൽ ചോദ്യങ്ങൾ എക്സാമിനേഷൻസുകൾ സാധാരണ കയറി വരാറുണ്ട്. ഓക്കെ, നമ്മുടെ
അതിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വൺ, ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. The domain and range of the function. Domain and range of the function f of x equal to 1 plus modulus x minus 3 r. ഓപ്ഷൻസുകളാണ്. ഒന്നാമത്തെ ഓപ്ഷൻ r, half open 1 infinity. Second option n, open interval 1 infinity. Third one r, closer interval 0 1. Last option n, open interval 0 1. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ ഡൊമൈനും റേഞ്ചും നമുക്ക് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ എങ്ങനെയാണ്? f of x equal to 1 plus modulus x minus 3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മോഡുലസ് എക്സിന്റെ കാര്യം ചിന്തിക്കുക. മോഡുലസ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡൊമൈൻ എന്താ? ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഏത് റിയൽ നമ്പർ കൊടുത്താലും അതിന് എന്തുണ്ട്? ആൻസർ ഉണ്ട്. അപ്പോൾ അതിന് ഡയറക്റ്റ് ആയിട്ട് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഏത് വാല്യൂ കൊടുത്താലും അതിന് എന്ത് കിട്ടും? ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ് വരിക? റിയൽ നമ്പർ സെറ്റാണ് വരിക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യാം. കാരണം ഡൊമൈൻ എന്താണ്? റിയൽ നമ്പർ സെറ്റാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് വരികയുള്ളൂ. അത് ക്ലിയർ ആയി. ഇനി നമുക്കിതിൽ ഏതാണെന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അത് നോക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യം എന്താ? മോഡുലസ് എക്സ് എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ് വരിക. f of x equal to mod x, അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ് വരിക. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ +1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. f of x equal to mod x ആണെങ്കിൽ, modulus x ആണെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റി ആണ്. കാരണം ഇതിന്റെ മിനിമം വാല്യൂ 0 ആണ് വരിക, മാക്സിമം വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം അത്രയും ഇൻഫൈനൈറ്റ് ആയിട്ട് കയറി പോരും. ഓക്കെ, അപ്പോൾ അത് 0 ഇൻഫിനിറ്റി ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 0 ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് എക്സ് മൈനസ് 3 എന്ന് പറയുന്ന കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്തിനാ വരിക? 0 ഇൻഫിനിറ്റി വരിക. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഇൻഫിനിറ്റി. ക്ലിയർ ആയോ? അതായത് f x mod x ആണ്, ഡൊമൈൻ r ആണ്, റേഞ്ച് എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റി ആണ്. 0 ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപം, അതിന്റെ റോസ്റ്റർ ഫോം ആണ് ഈ കിടക്കുന്നത്. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സെറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർവെൽസുകളെ നമുക്ക് എന്താക്കി മാറ്റാം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കാം. സെറ്റ് ബിൽഡർ ഫോമിനെ ഇന്റർവെൽസിലേക്ക് കണക്ട് ചെയ്യാം. ഐഡിയ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ മോഡ് എക്സ് ഇതാണ് വരുന്നതെങ്കിൽ മോഡ് എക്സ് മൈനസ് 3 എന്തിന്റെ വരും? അതിന്റെ വരും. ഇനി ഈ ഫംഗ്ഷൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് ചെയ്യണം? നമ്മൾ ഇതിനോട് കൂടി 1 ആഡ് ചെയ്യണ്ടേ? ഇൻഇക്വാലിറ്റിയിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? 1കളൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എല്ലാ പാർട്ടിലും ഞാൻ 1 ആഡ് ചെയ്യണം. എല്ലാ പാർട്ടിലും 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + mod x minus 3 എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? f of x ന് തുല്യമാണ്. ലെസ് ദാൻ ഇൻഫിനിറ്റിനോട് കൂടി 1 കൂട്ടിയാൽ എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റർവെൽ ആക്കി എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻഫിനിറ്റി. ഇതാണ് അതിന്റെ എന്തായിട്ട് വരിക? റേഞ്ച് എന്ന് പറഞ്ഞ ആശയമായിട്ട് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ വരിക? റിയൽ നമ്പർ സെറ്റ് ആണ് ഡൊമൈൻ വരിക. റേഞ്ച് എന്ന് പറയുന്നത് 1 ഇൻഫിനിറ്റി. അപ്പൊ ആൻസർ ഏതാ വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കുറച്ചൊന്ന് ആലോചിക്കാനുണ്ട്. അത് ആലോചിച്ചിട്ട് വേണം അത് കണ്ടെത്താൻ. അറിയാവുന്ന ഫംഗ്ഷനിലേക്ക് കണക്ട് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ f of x ക്രിയേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഐഡിയ ആണ് കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നു, ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം പറയുന്നതാണ്, ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ
the domain of the function f of x equal to sine inverse x plus 5/2 is ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ -1 1, second option closed interval 2 3, third option closed interval 3 7, last option -7, -3, closed interval -7, -3. ഇതൊന്നും ശരിക്കും റിലേഷൻ ഫംഗ്ഷനിൽ നമ്മുടെ നോർമൽ ടോപ്പിക്, അതായത് +1 ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിൽ പെട്ട ഒരു കാര്യമാണ് ഇത്. ശരിക്കും ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണക്റ്റഡ് ആണ് കേട്ടോ, അതായത് +1ഉം +2ഉം കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് അറിയോ, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ അറിയണം. സൈൻ ഇൻവേഴ്സ് ആണെങ്കിലും കോസ് ഇൻവേഴ്സ് ആണെങ്കിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ് ഇന്റർവെൽ -1 1 സൈൻ ഇൻവേഴ്സ് ആണെങ്കിലും കോസ് ഇൻവേഴ്സ് ആണെങ്കിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ് ഇന്റർവെൽ -1 1 പക്ഷെ നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ല, സൈൻ ഇൻവേഴ്സ് x + 5/2 ആണ്. ബ്രാക്കറ്റിനകത്ത് എന്തോ ആയിക്കോട്ടെ, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, -1 to 1 ആണ് എന്ത് വരിക, അതിന്റെ കാര്യം വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്നത് f of x equal to sin inverse x plus 5/2 എന്ന് പറയുന്നതിന്റെ ഡൊമൈൻ പറയുമ്പോൾ -1 less than or equal to x plus 5/2 less than or equal to 1. അതായത് എക്സിന്റെ വാല്യൂ ആണ് -1 to 1 ഇടയിൽ കിടക്കുക ഏത് വരുമ്പോൾ, സൈൻ ഇൻവേഴ്സ് x വരുമ്പോൾ. പക്ഷെ ഇവിടെ എന്തല്ല, സൈൻ ഇൻവേഴ്സ് x അല്ല, സൈൻ ഇൻവേഴ്സ് x plus 5/2 ആണ്. അപ്പൊ ഈ x plus 5/2ന്റെ വാല്യൂ എന്തായിരിക്കണം, -1 1 ഇടയിലായിരിക്കണം. അല്ലെങ്കിൽ -1 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, നമ്മൾ ഇന്ന് സിംപ്ലിഫൈ ചെയ്യും. 2 കൊണ്ട് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാം. -2 less than or equal to x plus 5 less than or equal to 2. എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എല്ലാത്തിനും 5 മൈനസ് ചെയ്യാം, അതായത് സെൻട്രൽ എക്സ് ആക്കി നിർത്തുക, അതാണ് ഉദ്ദേശം, മറന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 5 എല്ലാത്തിനും മൈനസ് ചെയ്യുമ്പോൾ -2 - 5 -7 less than or equal to x less than or equal to 2 - 5 എന്ന് പറഞ്ഞാൽ വരും -3 വരും. ഇതിനെ നമ്മൾ ഇന്റർവെൽ ആക്കിയാൽ എന്താ സംഭവിക്കുക, -7 -3 ക്ലോസ് ഇന്റർവെൽ. അപ്പൊ ഏത് ഓപ്ഷനാണ് വരിക, നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ എന്തായിട്ട് വരിക, കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ കയറി വരുന്നത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആലോചിക്കണം. ആ ഡൊമൈനിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് എത്തണം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് ഇന്റർവെൽ -7 -3 ആണ് എന്തായിട്ട് വരിക, നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ കയറി വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, let f of x equal to alpha x square by x plus 1, x not equal to 1. So the value of alpha for which f of a equal to a, a not equal to 0 is ഒന്നാമത്തെ ഓപ്ഷൻ 1 - 1/a, രണ്ടാമത്തെ ഓപ്ഷൻ 1/a, മൂന്നാമത്തെ ഓപ്ഷൻ 1 + 1/a, നാലാമത്തെ ഓപ്ഷൻ 1/a - 1. 1/a - 1. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആൽഫ എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. ഫോക്സ് തന്നിരിക്കുന്നത് ആൽഫ എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വരിക, എന്താണ് കണ്ടീഷൻ, എഫ് ഓഫ് എ ഈക്വൽ ടു എ ആകുമ്പോൾ ആൽഫ എന്താവുന്നതാണ്, എഫ് ഓഫ് എ ഈക്വൽ ടു എ ആകുമ്പോൾ ആൽഫ എന്താവുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം ഞാൻ എഴുതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. നിങ്ങൾ എഫ് ഓഫ് എ എന്ന് പറയുന്ന ആശയം കാണാം, ആൽഫ എ സ്ക്വയർ ബൈ എ പ്ലസ് 1.
ആൽഫ എ സ്ക്വയർ ബൈ എ പ്ലസ് 1. ഈ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? എക്ക് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ആൽഫ എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ. ആൽഫ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇവിടെ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ആൽഫ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിച്ചു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താ? എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവിഷൻ സെപ്പറേറ്റ് ചെയ്യുക, അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ എ സ്ക്വയറിനെ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും, പ്ലസ് എനെ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/a എന്ന് പറയുന്ന കാര്യം കയറി വരും. അപ്പോൾ അവിടെ കിട്ടിയ ആൻസർ എന്താ? 1 + 1/a. നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. സി ഓപ്ഷൻ ആണ് എന്ത് വരുന്നത്? 1 + 1/a എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുക മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. നമ്മൾ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം. നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു എ അപ്ലൈ ചെയ്തു. അവിടെ നമ്മൾ ആൽഫ കണ്ടെത്തി. ആൽഫ കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് നേരിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നു. അതോടുകൂടി അതിൻ്റെ ആൻസർ ആയി. അത്രയും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് log base 2 x/12 is. ഓപ്ഷൻസുകൾ എ എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ 2-12, ബി എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ -1-1, സി എന്ന് പറയുന്നത് ക്ലോസ് ഇന്റർവൽ 1/324, ഡി എന്ന് പറയുന്നത് 6/24. എല്ലാം ക്ലോസ് ഇന്റർവലാണ്. നമ്മുടെ മുമ്പേ ചെയ്ത കണക്റ്റഡ് ആണ്, പക്ഷെ കുറച്ചും കൂടി ഒരു അപ്ലിക്കേഷൻ കൂടുതലാണ് ഈ ചോദ്യത്തിൽ. ഓക്കെ, നമുക്കിവിടെ ചെയ്യേണ്ട എന്താ? സൈൻ ഇൻവേഴ്സ് log 2 x/12. ബേസ് പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ആണ് ബേസ് വരുന്നത്. അപ്പോൾ x/12 ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. ഡൊമൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1-നും 1-നും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിളിന്റെ പൊസിഷനിൽ നിൽക്കുന്നത് -1 ≤ log 2 x/12. log 2 x/12 ≤ 1. നേരത്തെ നമ്മൾ ചെയ്തില്ലേ? x + 5/2 -1 ≤ x + 5/2 ≤ 1 ചെയ്തില്ലേ കഴിഞ്ഞ ചോദ്യത്തിൽ? അത് സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? -1 ≤ log 2 x/12 ≤ 1. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈ ബേസ് 2 എന്ന് പറയുന്ന കാര്യത്തിനെ മാറ്റി നിർത്തണം. ലോഗ് എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിനെയും 2വിന്റെ പവർ ആക്കി എഴുതുക. മനസ്സിലാവണം? ഇവിടെ 2 ആയതുകൊണ്ടാണ് 2വിന്റെ പവർ ആക്കുന്നത്. ഇവിടെ 3 ആണെങ്കിൽ നമ്മൾ 3ന്റെ പവർ ആക്കും, 5 ആണെങ്കിൽ 5ന്റെ പവർ ആക്കും. അങ്ങനെയാണ് നമ്മളിവിടെ അതിന്റെ കാര്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? log 2 നിന്ന് ലോഗും പോകണം, 2ഉം പോകണം. പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത്, ഇവിടെ ഏതാണോ സഫിക്സിൽ കിടക്കുന്ന നമ്പർ, ആ നമ്പറിന്റെ പവർ ആക്കിയിട്ട് ഈ നമ്പറിന് എഴുതാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. 2 raised to -1 less than or equal to x/12 less than or equal to 2 raised to 1. രണ്ടിനെയും ഞാൻ കൊണ്ട് പവർ ആക്കിയിട്ടുണ്ട്. ഇത് 1/2 ആണ്. 2 raised to -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x/12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 12 കൊണ്ട് എല്ലാ ടൈമിനും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 12/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 24 വരും. ഇന്റർവൽ ആക്കിയാൽ എന്ത് വരും? 6/24. ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് അവിടെ കയറി വരുന്നത്. അപ്പോൾ 6/24 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരിക. അങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ നോക്കണമല്ലോ, സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആണ് -1 to 1. അതാണ് നമ്മളോട് കൊടുത്തത്. ഇപ്പോൾ വേരിയബിളിന്റെ പൊസിഷൻ വരുന്നത് സെൻറ്ററിൽ എഴുതുക, -1 to 1 എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. റെഡ്യൂസ് ചെയ്യുമ്പോൾ log 2 വന്നു കഴിഞ്ഞാൽ 2ന്റെ പവർ ആക്കുക, log 3 വന്നാൽ 3ന്റെ പവർ ആക്കുക. ആ ഒരു ലോജിക്കിലാണ് നമ്മൾ അത് ചെയ്തിട്ട് മുമ്പിലേക്ക് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്.
ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. If n of a equal to 3, if n of a equal to 3, comma, n of b equal to 4, then n of a cross b equal to, ഒന്നാമത്തെ ഓപ്ഷൻ 36, രണ്ടാമത്തെ ഓപ്ഷൻ 12, മൂന്നാമത്തെ ഓപ്ഷൻ 108, ലാസ്റ്റ് ഓപ്ഷൻ none of these. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ചോദ്യത്തിൽ n of a 3 ആണ്, n of b എന്ന് പറയുന്നത് 4 ആണ്, n of a cross b എന്ന് പറയുന്നത് എത്രയായിരിക്കുന്നതാണ്. നമ്മൾ മുൻപേ പഠിച്ച റിസൾട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. എയിലെ m എലമെന്റും ബിയിലെ n എലമെന്റും ആണെങ്കിൽ a ക്രോസ് ബിയിൽ mn എലമെന്റ് ഉണ്ടായിരിക്കും. അതേമാതിരി ഇവിടെ പറയുമ്പോൾ എന്താ, 3 സെറ്റുകൾ വരുന്നു. അപ്പം നമ്മളെ എലമെന്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ n of a cross b ഈക്വൽ ടു എയിലെ എലമെന്റിന്റെ എണ്ണം 3, വീണ്ടും എയിലെ എലമെന്റിന്റെ എണ്ണം 3, ബിയിലെ എലമെന്റിന്റെ എണ്ണം 4, 3 into 3 9, 9 into 4 എത്ര വരും, 36. അപ്പോൾ നമ്മുടെ ഏത് ഓപ്ഷനാണ് വരിക? ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഇത് ഇനി എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മളിപ്പോൾ കണ്ട അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മുൻപിലേക്ക് എന്ത് ചെയ്താൽ മതി, ആൻസർ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. Find the domain of the function f of x equal to 1 by root of x plus mod x. ഓപ്ഷൻസുകളെ ഒന്നാമത്തെ ഓപ്ഷൻ റിയൽ നമ്പർ സെറ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ r പ്ലസ്, മൂന്നാമത്തെ ഓപ്ഷൻ r മൈനസ്, ലാസ്റ്റ് ഓപ്ഷൻ none of these. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് f of x equal to 1 by root of x plus mod x. ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കണം. ഈ പറഞ്ഞതിന്റെ ഡൊമൈൻ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇത്തരമൊരു കേസ് ഈ സംഭവം ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന x plus mod x എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0ന്റെ മുകളിലാണ്. സാധാരണ റൂട്ട് 0 നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇവിടെ അത് നടക്കില്ല. കാരണം എന്താ, ഇത് ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ 0 വന്നു കഴിഞ്ഞാൽ ഇത് എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, റൂട്ടിനകത്ത് കിടക്കുന്ന ടേം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, x plus mod x എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് മോഡുലസ് x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -x ആയിരിക്കണം. ക്ലിയർ? മോഡുലസ് x ഗ്രേറ്റർ ദാൻ എന്താണ്, -x ആണ്. ഇത് എപ്പോഴാണ് ഹോൾഡ് ചെയ്യുക? ഈ പറയുന്ന കാര്യം ഹോൾഡ് ചെയ്യുന്നത് ഏതൊക്കെ എക്സുകളിലാണോ ആ എക്സ് ആണ് എന്തായിട്ട് വരിക, നമ്മുടെ ഡൊമൈനിലേക്ക് വരുന്നത്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായാലും മതി, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയാൽ മതി. ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് ആയിക്കോളും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണെങ്കിൽ മോഡുലസ് കേസ് ആണ് എന്തായാലും മുകളിലേക്ക് നിൽക്കുക ചെയ്യും. അപ്പൊ നമ്മൾ എക്സിന്റെ പൊസിഷനിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്ന കാര്യം എന്തായിട്ട് നമുക്ക് എടുക്കാം, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എടുക്കാം. അപ്പോഴേ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. എക്സിന് പോസിറ്റീവ് എടുത്താൽ നെഗറ്റീവായി, അപ്പോൾ മോഡുലസ് എന്തായി മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാ വരിക, r പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തായിട്ട് വരുന്നത്, ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
let f of x equal to root 1 plus x square. Then ഒന്നാമത്തെ ഓപ്ഷൻ f of xy equal to f of x into f of y. രണ്ടാമത്തത് f of xy greater than or equal to f of x into f of y. മൂന്നാമത്തത് f of xy less than or equal to f of x into f of y. Last case, none of these. ഇതാണ് നമ്മുടെ ചോദ്യം. f of x തന്നിട്ടുണ്ട് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഏത് കേസാണ് നമ്മളതിനെ ഹോൾഡ് ചെയ്യുന്നത്? അതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, തെളിയിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്നുമായി കണക്റ്റഡ് ആവണം. നമ്മൾ എന്ത് ചെയ്ത് മാനുവലി ചെയ്ത് നോക്കുന്നത് വേണം. കാര്യമായിട്ട് ചെയ്ത് നോക്കാൻ ഇതൊന്നുമില്ല. എഫ് ഓഫ് എക്സ് വൈ കാണാം, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ കണ്ടുപിടിക്കുക, ഏതാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് റൂട്ട് 1 പ്ലസ് എന്ത് വരും, വൈ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എന്ന് വരും, വൈ സ്ക്വയർ വരും. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ എന്ന് വരും, റൂട്ട് 1 ഇൻറ്റു 1 1 വരും, പ്ലസ് 1 ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ വരും, പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ വരും, പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ആശയം വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞ ആശയം കിട്ടിക്കഴിഞ്ഞു. എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എന്ത് ചെയ്യാൻ മതി, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എക്സ് വൈ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 2 ടേമുള്ളൂ. ഇതേ 2 ടേമുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ടേംസുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, ഈ പറയുന്നതിനേക്കാൾ മുകളിലാണ് ഇതിന്റെ ടേംസുകളുടെ എണ്ണം. അപ്പോൾ എന്തേ വരാൻ സാധ്യതയുള്ളൂ, എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞ ലോജിക്കിലേക്ക് നമ്മൾ അവിടെ എന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് പോകും.